കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 4 ക്ലിപ്പ് കഴിഞ്ഞു. 5-ാമത്തെ ക്ലിപ്പാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വളരെ അർത്ഥസമ്പുഷ്ടവും ഗഹനവുമായ ഒരു പഠനമാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം. എല്ലാ അധ്യായം അങ്ങനെയാണെങ്കിൽ തന്നെയും എസ്പെഷ്യലി 3-ാം അധ്യായം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയി, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് 3:18 കാണുന്നു. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയി, വീണുപോയി. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. സ്തോത്രം. നമ്മളിത് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ദുരവസ്ഥയാണ് ഇവിടെ ഈ വാക്യം നമ്മളെ വിളിച്ചോതുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെ അനുഗമിച്ച ആൽബിയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അതാണ് എബ്രായ ലേഖനം 1 കൊരിന്ത്യർ 10. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എബ്രായർ 3:18 അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. മരുഭൂമിയിൽ വീണുപോയി, പട്ടുപോയി, തള്ളിയിട്ടു. മിസ്രയീമെന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നവൻ തള്ളിയിട്ടു. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്നും യാത്ര പുറപ്പെട്ട ആത്മീയ കനാനാകുന്ന സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ നിയമസഭയോടാണ് ഞാൻ ഈ വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ഷരിക ഇസ്രയേലിനെ മരുഭൂമിയിൽ തള്ളിയിട്ടു. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ലേവ്യ പുസ്തകത്തിൽ അവരെ ദുഷ്ടസഭ എന്ന് പറയുന്നുണ്ട്. 2-3 ഭാഗത്തുണ്ട്. ദുഷ്ടസഭ. ഏതാണ്ട് നമ്മളുമൊക്കെ ആ പരുവത്തിലായെന്ന് എനിക്ക് തോന്നണേ. ഹല്ലേലൂയ. ഒരുവനെ കടലും കരയും കടന്ന് അവനെ എന്ത് ചെയ്തു? മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്ന ഒരു ഗ്രൂപ്പായി നാം തീർന്നില്ലയോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ലവോദിക്ക പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഈ ഭൂമിയിലുള്ള വിശ്വാസികളുടെ ഒരു ചിത്രമാണ് ലവോദിക്ക. ആത്മീയ കുരുടൻ, ആത്മീയ നഗ്നൻ, ആത്മീയ ദരിദ്രൻ. വെളിപ്പാട് 3:12 മുതൽ ഉള്ള വേദഭാഗങ്ങൾ അത് കാണാൻ കഴിയും. ശരിക്കും പഠിക്കണം. ഞാനത് ക്ലാസ് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും അത് ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാം ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മോശ മുഖാന്തരം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനം, വാഗ്ദത്ത സന്തതികളായ ദൈവത്തിൻ്റെ ജനം, അവരെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പൻ അവരെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പൻ വിട്ടയക്കുക എന്ന് പറഞ്ഞ ജനം, ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനം, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദൈവജനം, അവരുടെ ജീവിതത്തിലെ താളപ്പിശക് കൊണ്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഹല്ലേലൂയ. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എനിക്കിത് വളരെ സീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആത്മീയ കോളം. ഇപ്പോൾ ഞാനൊരു പ്രസംഗം കേട്ടൊരു സഹോദരൻ്റെ അഹരോൻ്റെ തളുത്ത വടി, ആ വടിക്ക് ജലാംശമൊന്നും കിട്ടിയില്ല, മണ്ണിലൊന്നും ഊന്നിയ വടിയല്ല, ജലാംശവും കിട്ടിയില്ല, ഈർപ്പവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ അത് തളുർത്തു.
അതുപോലെ നിന്റെ ജീവിതം തളർത്ത് പൂക്കുമെന്നൊക്കെ പറഞ്ഞൊരു ദുരുപദേശി ആൾക്കാരെ ഇട്ട് കുത്തിപ്പൊക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് സങ്കടം തോന്നി. കാരണം കർത്താവ് ആക്കി വെച്ച വേലക്കാരല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം. അവൻ ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷന്മാരായി, ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. പ്രവൃത്തി 20 പരിശുദ്ധാത്മ അധ്യക്ഷരാക്കി വെച്ച കൂട്ടം. അപ്പോൾ ഇവരൊക്കെ സ്വയം കയറി ആയതും സംഘടന ആക്കി വെച്ചവരും ഒക്കെയാണ്. ദൈവം ആക്കി വെച്ചവരല്ല. ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കും. ഇതൊക്കെ നമ്മൾ കുറിക്കൊള്ളേണ്ട വിഷയങ്ങളാണ്. ചിട്ടിക്കമ്പനി നടത്തിയവൻ ചിട്ടി 8 വിധത്തിൽ പൊട്ടിയപ്പോൾ സുവിശേഷ വേലയിലേക്ക് മാറി. മെഗാ ബിസിനസ് നടത്തിയപ്പോൾ ബിസിനസ് പൊട്ടിയപ്പോൾ അത് സുവിശേഷ വേലയിലേക്ക് ചാടി. കാരണം ലാഭം ഇവിടെയാണ് കൂടുതൽ. ലോകപ്രകാരം നടക്കുന്ന ബിസിനസ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ ലാഭം ആത്മീയ വ്യാജകോളത്തിലാണെന്നുള്ളത് കള്ളപ്രവാചകന്മാരും ദുർവിവേഷ്ടകന്മാരും മനസ്സിലാക്കി ഈ ആത്മീയ ഗോളത്തിലേക്ക് ചേക്കേറിയിരിക്കുക. ഇവരെക്കുറിച്ച് പൗലൂസ് പറയുന്നത് നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കടപറിച്ചുകളെയും ഈ ദുരുപദേഷ്ടാക്കന്മാർ. സൂക്ഷിച്ചോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിക്കാത്ത കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ, ഏത് മഹാന്മാരാണെങ്കിലും അവരെ സൂക്ഷിച്ചോ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളെ നരകത്തിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കും. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും, ദൈവത്തിൽ നിന്നല്ലാതെ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അതിൻ്റെ 8 മുതൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇന്ന് വായിച്ചത് കൺക്ലൂഷൻ ചെയ്യുക. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരികൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദൈവശബ്ദം കേട്ടാൽ ഹൃദയം കഠിനമാക്കരുത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടു എന്നെ ശോധന ചെയ്തു. ദൈവത്തെ പരീക്ഷിക്കരുത്. ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തോട് മത്സര സ്വഭാവം കാണിക്കരുത്. ഇന്നത്തെ പെന്തക്കോ സമൂഹം ദൈവത്തോട് മത്സരിക്കുക, ദൈവദാസന്മാരോട് മത്സരിക്കുക. അവിടെ ഹൃദയം കഠിനമാക്കുക. അവർ ദൈവത്തെ പരീക്ഷിക്കുക. 1 കൊരിന്ത്യർ 10 ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. അവർ ദുർമോഹികളായി, അവർ വിഗ്രഹാരാധികളായി, അവർ പരസംഗം ചെയ്യുന്നവരായി, അവർ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി, അവർ ദൈവത്തിൽ പിറുപിറുക്കുന്നവരായി. ഇസ്രായേൽ ജനത്തിന് വന്ന വലിയ പരാജയം അവിടെ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ ഏകദേശം അതിനോട് സമാനമായ കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എബ്രായ വിശ്വാസികളെ അവിടെ പറയുകയാണ്, ഞാൻ ഈ വചനം, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോ സമൂഹത്തോട്, വ്യക്തികളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവസന്നിധിയിൽ മത്സരിക്കരുത്, പരീക്ഷിക്കരുത്, പരസംഗം ചെയ്യരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിട്ടുപോകരുത്. അതാ പരസംഗം ചെയ്യാന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിന് ഏകപുരുഷനെ നിർമ്മലയെ അന്വേഷിപ്പാൻ നിങ്ങൾ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായാൽ നിങ്ങൾ മറ്റൊരു പുരുഷനിലേക്ക് പോവുകയാണ്. മറ്റൊരു പുരുഷൻ എതിർ ക്രിസ്തുവാണ്. അത് മനസ്സിലാക്കണം. കർത്താവ് ഒന്ന് സഭയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മളവാണൽ എതിർ ക്രിസ്തുവാണ്. ഈ സത്യം അറിയാതിരിക്കരുത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് 10-ാം വാക്യത്തിൽ, അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായി, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. യാക്കോബ് പറയും, നാം പലരും തെറ്റിപ്പോകുന്നു. പക്ഷേ ദൈവദാസന്മാർ ദൈവവചനം കേൾക്കുമ്പോൾ, പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ആ തെറ്റിക്കിടന്ന് കുഴയരുത്. ചിലർക്ക് കള്ളം പറയുന്നതിന് ഒരു മടിയില്ല. സത്യാവസ്ഥ അറിയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പച്ച കള്ളമേ പറയത്തുള്ളൂ. എനിക്കത് വളരെ വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ മാനസാന്തരം നമുക്ക് വന്നെങ്കിൽ നമ്മൾ കള്ളം പറയരുത്. അഥവാ ഒരു കള്ളം പറഞ്ഞു പോയാൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമായാചനം ചെയ്തോണം. 1 പത്രോസ് 2:1 സകല ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ
ഇതെല്ലാം നുണ പറയുക, കള്ളം പറയുക, ദുഷ്ടത, ചതി, സകല ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും നുണം. വ്യാജഭാവം ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുക. ഞാൻ അതിനൊന്ന് പൊളിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കൾക്ക് വ്യാജഭാവം പാടില്ല. ഇല്ലാത്തതുണ്ടെന്ന് നീ കാണിക്കരുത്. ഒരു തുറന്ന പുസ്തകമായിരിക്കണം നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവർ എപ്പോഴും തെറ്റിപ്പോകുന്നൊരു ജനമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. യഹോസ്കേൽ 20-ാം അധ്യായം കഴിഞ്ഞ ക്ലിപ്പിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് തന്നെ ഒരു മെസ്സേജായിട്ട് എടുത്ത് പറയണം. ഇസ്രായേലിൽ നിന്ന് അവരെ കൊണ്ടുവരും എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു. പാലും ദേശം പേന ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് സത്യം ചെയ്തു. കൈ ഉയർത്തി സത്യം ചെയ്തു. ഇസ്രായേൽ മക്കൾ പ്രമാണം തെറ്റിച്ചപ്പോൾ ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു, ഞാൻ നിങ്ങളെ കൊണ്ടുപോയില്ലെന്ന് സത്യം ചെയ്തു. പെന്തക്കോസ്ത് സമൂഹമേ, ഈ വചനങ്ങൾ നമ്മൾ കേട്ട് ഇതിൻ്റെ ആത്മീകമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം ക്രിസ്തീയ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ. പ്രസംഗം പല നിലയിൽ കേൾക്കുന്നുണ്ട്. ചിട്ട് നടത്തി, ഞാൻ പറഞ്ഞല്ലോ, ചിട്ട് നിർത്തി 8 നിലയിൽ പൊട്ടിയവനും പ്രസംഗം നടത്തുന്നുണ്ട്. കാറി പ്രസംഗിക്കുന്നുണ്ട് കിടന്നു. എന്നെ അതിന് കർത്താവ് പഠിപ്പിച്ചത്, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ ഇന്നത്തെ പ്രസംഗം കേട്ടിട്ട് അവരെ ചൂരവടിക്കടിക്കണം. കാരണം അതുപോലെയുള്ള പൊട്ടത്തരങ്ങളും അവിവേകങ്ങളും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വചനം കൊണ്ടാണ് പറയുന്നത്. വചനം, വചനം. ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. എപ്പോഴും പറയുന്ന പദങ്ങൾ നിങ്ങൾക്കിത് അറിയാമെങ്കിലും ഓർപ്പിച്ചുണർത്തുക ഞാൻ ചെയ്യുന്നത്, അല്ലാതെ പുതുതായിട്ട് നിങ്ങളെ പ്രസംഗിച്ച് കേൾപ്പിക്കുകയില്ല. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വരുന്ന സംഭവം നമുക്കറിയാം. ആത്മപ്രേരിതമായി വരികയാണ്. അന്നപ്പോൾ കൊർന്നല്യോസ് എന്താ പറയുക? നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. കേട്ടോ, ഇതൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിയേ. കണ്ട ചപ്പും ചവറും പറഞ്ഞ് ജനത്തെ നശിപ്പിക്കുന്നതിന് പകരം ഈ കർത്താവ് കൽപ്പിച്ച വചനങ്ങളെ ജനത്തെ പറഞ്ഞു കേൾപ്പിക്കുക. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പോക്കറ്റുകാരനെ കുറിച്ചും ഡാൻസുകാരനെ കുറിച്ചും പ്രസംഗിച്ച ആ ഒരു പ്രസംഗം, ഒരു ചെറിയൊരു പ്രബോധനം ഞാൻ കേട്ടിട്ട് ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. ഹല്ലേലൂയ. ആ സഹോദരി പറയുന്നു, നിങ്ങൾ പാസ്റ്റർമാരെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തി നിങ്ങളുടെ ഇവിടെ ആടുകളെ വചനം പറഞ്ഞു കേൾപ്പിക്കേ. സുവിശേഷം എടുത്ത് കാശുണ്ടാക്കാൻ പഠിച്ചവൻ പിന്നെ കാശല്ലേ ഉണ്ടാക്കുള്ളൂ. അതിന് വചനം വായിന്ന് വരുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്ര. സഹോദരിയുടെ മുൻപിൽ ഈ അങ്കിൾ ബണ്ണെന്ന് പറയുന്നവരൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തണം. നിങ്ങൾ കണ്ടം വഴി ഓടണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ശുദ്ധമായ ദൈവവചനം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കളം വിട്ടു പോകണം. ആ സ്ഥാനത്ത് ദൈവം ആരെങ്കിലും കൊണ്ടുവരും. നിങ്ങളത് ഓർത്ത് ഭാരപ്പെടണ്ട. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ഇനി ജയിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. സഭ കർത്താവിൻ്റെതാണ്, നിങ്ങളുടെ കുടുംബ സ്വത്തല്ല. പിണറായിയോട് ചില അമ്മച്ചിമാരും ചില വയസ്സന്മാരൊക്കെ പറയുന്ന കേട്ട്, നിങ്ങളുടെ കുടുംബ സ്വത്തല്ല, അവിടെ നിർത്ത് കാശെടുത്ത് തരാൻ. ഞങ്ങളുടെ ചുങ്കം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളുടെ ടാക്സ് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, അത് കട്ടുമുടിക്കാതെ ഞങ്ങൾക്ക് ശമ്പളം ആട്ടിക്കൊടുത്താ എന്നവർ ചോദിക്കണം. എന്താ പറയും മറുപടി? വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാവരെന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല, ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. കണ്ടോ, റെസ്റ്റ് ഇൻ പീസ്, സ്വസ്ഥത. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പെന്തക്കോസ്തുകാരെ, വിശ്വാസികളെ, ശുശ്രൂഷ വൃന്ദങ്ങളെ, അരുതാത്തത് കാണിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മോടും പറയും, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ഞാനും നീയും പ്രവേശിക്കുകയില്ലെന്ന് സാമ്പാസ്റ്ററേന്ന് വിളിച്ച് തന്നെ എന്നോട് പറഞ്ഞെന്ന് വരും.
ചിലപ്പോൾ. അതുകൊണ്ട് കുരുത്തക്കേടുകളൊക്കെ നിർത്തി, വചനവിരുദ്ധമായ കാര്യങ്ങളെല്ലാം നിർത്തി, ഊതിയിടലും ഒന്തിയിടലും കൊരയും ചിരിയും ഛർദ്ദലും 8 പോക്കറ്റും 10 പോക്കറ്റും ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്കുകളൊക്കെ നിർത്തി നിർമ്മലമായ ദൈവവചനം നിങ്ങൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിങ്ങൾ പിടിക്കപ്പെടും. പൂരബദന ശതരാജന. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ജയിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളിൽ ആരും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. വിശ്വാസം എന്തോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അബ്രഹാമിൻ്റെ ചരിത്രം ഞാൻ എപ്പോഴും നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് എബ്രഹാമിനെ കുറിച്ച് പറയുന്ന അവൻ്റെ വിശ്വാസത്തിൻ്റെ പടികൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പിന്നെയും പറയുക. ആ വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വീഴട്ടെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെ, ചെയ്യുന്നവനായ താൻ വിശ്വസിച്ച ദൈവത്തെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അവൻ എങ്ങനെയാണ് വിശ്വസിച്ചത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നൊരു ദൈവം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? വിശ്വാസവീരനായ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിഷയമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. അത് മാത്രമല്ല, അടുത്തിങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിന്റെ സന്തതി ഇവണ്ണ ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. ഒന്ന്, മരിച്ചവരെ ജീവിപ്പിക്കുകയില്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി ദൈവമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. 2, ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. എന്താ? ഒരു സന്തതി ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും. അതവൻ അങ്ങോട്ട് വിശ്വസിച്ചു. കിടന്ന് തമ്മിലടിക്കുന്ന 2 കൂട്ടർ ആ മാസം ഇസ്രായേൽ കൂടി. അബ്രഹാമിൻ്റെ സന്തതികളെ ഞാൻ അതിലേക്ക് പോകുന്നത്. അതിലേക്ക് പോയാൽ എൻ്റെ സമയം പോരാണ്ട് വരും. ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ സംശയമുണ്ടായില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അതാണ് റോമാലേഖനം 4-ാം അധ്യായം അബ്രഹാമിനെ കുറിച്ച് 17 മുതൽ 25 വരെ പറയുന്ന വാക്യങ്ങളിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ട അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അബ്രഹാമിന് അവിശ്വാസം ഉണ്ടായില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം നമ്മൾ വിശ്വസിച്ചു. സ്തോത്രം. എങ്ങനെ ഇരിക്കും നമ്മുടെ വിശ്വാസം? ഒരു മൂക്കിപ്പനി മാറ്റാനുള്ള വിശ്വാസം നമുക്കുണ്ടോ? അല്ലെ തട്ടിപ്പൊളിപ്പും പ്രസംഗമൊക്കെ പലരും നടത്തും. ഒരു മൂക്കിപ്പനി വരുമ്പോൾ എടുത്തുകൊണ്ട് ഓടും. പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം പ്രാപിക്കേ. അല്ലേ? പക്ഷേ ഞങ്ങൾക്ക് കാശുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് എന്നാ കാര്യം? കൊടുത്തോ, കുഴപ്പമില്ല. നിങ്ങളെ കിട്ടാൻ കാത്തിരിക്കുക അവർ. നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ വയറും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പേഴ്സും എല്ലാം കീറും അവർ. ഇന്നത്തെ മെഡിക്കൽ സംവിധാനങ്ങൾ അതിനു വേണ്ടി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണാടി മാറ്റാൻ വേണ്ടി ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ തരാൻ പറഞ്ഞു. പുള്ളി ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, സാറേ നിങ്ങളുടെ കണ്ണ് 2 ആഴ്ച കൊണ്ട് പോകുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടിയും കള്ളൻ അരി വെച്ചവനാ ഈ ഡോക്ടർ. ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളി പറഞ്ഞു കുറേ സ്കാനിങ്, കുറേ ചെക്ക് ചെയ്യണം, ചെക്കപ്പൊക്കെ നടത്തണം, നല്ലൊരു ചിലവ് വരും, 10,000 രൂപ വരും എന്നൊക്കെ. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ഡോക്ടർ, ആ പ്രിസ്ക്രിപ്ഷൻ തന്നാൽ മതി. ഇപ്പോഴത്തെ ആ പ്രസൻറ്റ് സമയത്തുള്ള എനിക്ക് ആവശ്യമുള്ള കണ്ണാടിയുടെ ആ നമ്പർ ഒന്ന് എഴുതി തന്നാൽ മതി. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഞാൻ പോയി കണ്ണാടി വാങ്ങിച്ചോളാം. എന്നെ ഒന്നും പറയരുത്, കണ്ണ് പോയിട്ട് എന്നെ ഒന്നും പറയരുത്. അത് കഴിഞ്ഞിട്ട് 5-6 വർഷമൊക്കെ ആയിപ്പോയി.
അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥാപനം നടത്തുന്നത് അവർ കൊള്ളയടിക്കാനാ ജനത്തെ. ഹോസ്പിറ്റലുകാർ നിങ്ങളെ സൗഖ്യമാക്കാനല്ല, അവർ നിങ്ങളെ കൊണ്ട് നന്നാകാനിരിക്കുക. പണ്ട് ആരണ്ട് ഒരു ഉപദേശി പറഞ്ഞു, 3 നില പണിതു, 10 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടു. അമ്മച്ചി ഗൾഫുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മച്ചിയെ എന്ത് ചെയ്യുക, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം, എന്നാലേ ലക്ഷങ്ങൾ മേടിച്ചെടുക്കാൻ പറ്റൂ. കാരണം 3 നിലയെ പണിതുള്ളൂ, 10 നില പണിയാൻ കിടക്കുക. ഒരു ഉപദേശി പറഞ്ഞതാ. എനിക്കതിനോട് താതാത്മ്യം പ്രാപിക്കാൻ. ഞാൻ ഹോസ്പിറ്റലുകാരും നമ്മെ സൗഖ്യമാക്കാനും നമ്മെ നന്നാക്കാൻ അവരവരുടെ ബിസിനസ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് 100-ാം നമ്പറാണെങ്കിൽ 15-ഓ 20-ഓ നമ്പർ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിച്ച് ബാക്കി 100-ാം നമ്പർ വരെ അവിടെ അടകിടക്കും, കുടികിടപ്പ് കിടത്തും. അവിടെ നമ്പർ വരുന്നവരെ അവിടെ കിടന്ന് ചായയും കുടിച്ച് ചോറും തിന്ന് ഡോക്ടറിൻ്റെ കുറിപ്പും മേടിച്ച് മരുന്നും വാങ്ങിച്ച് പോരുന്ന ബന്ധുക്കൂസാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിശയിപ്പിക്കുകയല്ല. മണിക്കൂറുകൾ അവിടെ ഇരുന്ന് അവിടെ കിടന്നും സമയം ചെലവഴിക്കുന്ന നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾ ദൈവസേനയിൽ നിന്ന് വചനം ധ്യാനിച്ച് നിലവിളിച്ച് കരഞ്ഞ് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. വിശ്വസിക്കണം. അത് ദൈവത്തെ വിശ്വസിക്കണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുവന്നിട്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിടാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിടലോടി സൗഖ്യമുണ്ട്. യെശയ്യാപ്രവചനം 53:4-5 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. നീ വിശ്വസിക്ക്. ഈ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്ന നീയും ഞാനും ഇത് വിശ്വസിക്ക്. വിശ്വസിച്ച് മണിക്കൂറുകൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ കിടന്ന് ചായയും കുടിച്ച് ചോറും തിന്ന് അവിടെ ഈ കെട്ടുവെള്ളം കിടക്കുന്ന പോലെ കിടക്കുന്ന നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അവിടെ 5 മണിക്കൂർ കിടന്നാലും 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് എടുക്കില്ലല്ലോ, വചനധ്യാനത്തിനെടുക്കില്ലല്ലോ. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? ആ മണിക്കൂറിൻ്റെ ദശാംശം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വചനം ധ്യാനിക്ക്. ദൈവം നിന്നെ സൗഖ്യമാണ്. ഓ ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിൽ നിന്നാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. ഞാൻ മുൻപോട്ട് പോട്ടെ, സമയം ഏറെ ആയല്ലോ. സ്തോത്രം. അപ്പം അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയം. അപ്പോസ്തലന്മാർ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ എന്നവർ പ്രാർത്ഥിച്ചു ദൈവത്തോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു. ഒത്തിരുന്ന് പ്രാർത്ഥിക്കും, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണമേ, വചനം ധ്യാനിക്കുമ്പോൾ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ കൃപ തരണമേ, കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് എൻ്റെ ഉള്ളം നിറയ്ക്കണമേ ഇരുന്ന് പ്രാർത്ഥനയിൽ കുത്തിയിരുന്ന്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കുണ്ടായിരിക്കാൻ നോക്കി. നിങ്ങളിലാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. ഓ, അതൊരു വല്ലാത്ത പ്രയോഗമാണല്ലോ. നിങ്ങളുടെ ഹൃദയം എന്താ എഴുതിയിരിക്കുന്നത്? പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പാപം ചെയ്യുമ്പോൾ ഹൃദയം കഠിനപ്പെടും. കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിലോട്ട് ദൈവവചനം കയറത്തില്ല. പെന്തക്കോസ്തുകാർ 92% കഠിനപ്പെട്ടിരിക്കുന്നവരാ ഹൃദയം. ഇസ്രായേൽ മക്കളെ പോലെ. ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. എങ്ങനെയാണ് ഈ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടുന്നത്? പറഞ്ഞുതരാം. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ ധർമ്മേൽപ്പിപ്പാൻ നിങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സാത്താൻ്റെ ചതിയിൽ പെട്ടുപോയാൽ നമ്മുടെ ഹൃദയം വഷളാകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകും. വഷളായ തലമുറയെ 36 വായിച്ചു പഠിക്കൂ. കർത്താവ് വലിയ ന്യായവിധി, ശിക്ഷാവിധി നടത്തി ആ ജനത്തെ കൊന്നുകളഞ്ഞു, ജലപ്രളയം വരുത്തി. വഷളന്മാരെ നശിപ്പിച്ച ചരിത്രം മോശ ഉൽപ്പത്തി 6 നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വായിച്ചു പഠിക്കേ. മെഥൂശലേഖിൻ്റെ ആയുസ് 969 പാപം ചെയ്തപ്പോൾ 969 120 സംവത്സരമായി. ഒട്ടനവധി പ്രാവശ്യം ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവും? അനേകരുടെ ഹൃദയത്തിൽ ഇത് കയറിയിട്ടില്ല. ഈ വചനം ഇത് കയറാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടും. കഠിനപ്പെട്ടാൽ ദൈവവചനം ഉള്ളിലോട്ട് കയറത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത്ര ശോഭത്തോടെ ഇത് പറയുന്നത്, വേദനയോടെ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്തോത്രം, കർത്താവിൻ്റെ വരവായി, ഒരുങ്ങേണ്ട സമയമായി. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കൈപ്പുള്ള പേരും മുളച്ചിട്ട് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരോ ദുർനടപ്പുകാരനോ ഒരു കൂടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കഠിനപ്പെടരുത്. നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയമായി പോകരുത്. ഇസ്രായേൽ സഭ ദുഷ്ടസഭയെന്ന് കർത്താവ് പറഞ്ഞു. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ സഭയോട് പറയാ, നിങ്ങൾ ദുഷ്ടസഭയല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കഠിനപ്പെടാൻ പാടില്ല. സ്തോത്രം. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്, പാപം ചെയ്യുമ്പോൾ നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിപ്പാനുള്ള വിശ്വാസത്തിന് നീതിമാനമാകും. പാപം ചെയ്തിട്ട് ഏറ്റുപറയാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഹൃദയം കഠിനപ്പെടും. പാപം ചെയ്തുകൊണ്ടിരിക്കും. പാപം പ്ലസ് പാപം പ്ലസ് പാപം പ്ലസ് പാപം, ഹൃദയം കഠിനപ്പെടും. പിന്നെ മടങ്ങി വരാൻ കഴിയില്ല. ഓർത്തുകൊള്ളുക. ആത്മാവിൽ നിയോഗം പ്രാപിച്ചാണ് ഞാൻ ഈ വചനം പറയുന്നത്. ചുമ്മാ പറയുകയല്ല, വിടുവായുത്തരം പറയുകയല്ല. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നാൽ, ഒരു കള്ളത്തരം നമ്മുടെ ജീവിതത്തിൽ വരുന്നാൽ, ഒരു ചതി ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിച്ചോ ചെയ്തിട്ട് അത് നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ പിന്നെയും ഈ ചതിയും പാപവും വഞ്ചനയും ചെയ്ത് ഹൃദയം കഠിനപ്പെടും. കഠിനപ്പെട്ട് കഴിഞ്ഞാൽ തണ്ടാൻ്റെ കാലിലെ തഴമ്പ് പോലെ ആയിത്തീരും. മനസ്സാക്ഷി കഠിനപ്പെട്ടു പോകും. ഹൃദയം കഠിനപ്പെട്ടു പോകും. ഇസ്രായേൽ മക്കൾക്ക് പലർക്കും സംഭവിച്ച അതാ. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കും പലർക്കും സംഭവിച്ചു കിടക്കുന്ന അതാ. പാപം ചെയ്യുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് തെറ്റുകളെക്കുറിച്ച് ഏറ്റുപറയാനായിട്ട് നിനക്ക് പ്രേരണ തരുമ്പോൾ ഏറ്റുപറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമായാചനം ചെയ്യണം. സ്വയം നീതീകരിക്കരുത്. ചിലരോടൊക്കെ ഒരു ക്രമീകരണം വരുത്താൻ പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നുക, ഞങ്ങൾ ക്രമീകരണം വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ കാകളെന്ന് വെച്ചാൽ ഇപ്പോൾ പോകാനിരിക്കുക, ഞങ്ങൾ പോകും, ഒന്ന് കാണണമല്ലോ. വിശ്വാസികളുടെ ജീവിതത്തിൽ തെറ്റുവരും, പാപം വരും. അതാത് സമയങ്ങളിൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചോണം. കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ച് നീതി ചെയ്ത് വചനമനുസരിച്ച് ജീവിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം റോമാലേഖനം 1, 2, 3, 4, 5, 6, 7 അധ്യായങ്ങളിലെ പ്രധാന വിഷയമാണ്. ഞാനത് ക്ലാസ് പോലെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, പല പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിലും. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം റോമാലേഖനത്തിലെ പ്രധാന ഒരു സബ്ജക്റ്റാണ്. ഇതിന്ന് ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. നീതീകരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശുദ്ധീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും ഇത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന വിഷയമാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് 3 മേഖലകളിലൂടെ കടന്നു പോയാലേ മുകളിലോട്ട് പോക്ക് നടക്കുള്ളൂ. ഇനി ഇവിടെ കിടന്ന് കറങ്ങും. അത് വചനത്തിലൂടെ തെളിയിച്ച് സംസാരിക്കാൻ കഴിയും. ഞാനതിനെക്കുറിച്ച് ഒത്തിരി ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തിൽ കിടന്നിങ്ങനെ, ഈ വചനം കിടന്നിങ്ങനെ തെളിയുക. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം ഇതെങ്ങനെ ലഭിക്കും? ഇതാരെങ്കിലും പ്രസംഗിച്ച് കേൾക്കണ്ടേ? പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇത് പുസ്തകത്തിൽ കിടന്ന് വായിച്ചാൽ മനസ്സിലാകുമോ? എന്നാൽ പിന്നെ ഈ പുസ്തകത്തിലുള്ള അപ്പോസ്തലോപദേശം എന്താ പ്രസംഗിക്കാത്തെ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു പ്രത്യേക പദം ശ്രദ്ധിക്കണം. നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കുക. അപ്പം പ്രബോധിപ്പിക്കുമ്പോൾ, സഹോദരന്മാർ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ ഒരാളുടെ കുറ്റം ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടും.
ഒരു സഹോദരൻ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ ആ വചനത്തിലൂടെ വെളിപ്പെട്ട് വരും. അപ്പോൾ അവന് തിരിഞ്ഞു കുത്തുകയല്ല ചെയ്യണത്, മാനസാന്തരപ്പെടാനുള്ള ഹൃദയം ഉണ്ടാക്കണം. റിപ്പൻറ്റൻ്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെടുത്ത് സ്നാനപ്പെടണം. ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർ അല്ലവേ അല്ല. ഭാഷന് എങ്ങനെ അറിയാം? എനിക്കറിയാന്നേ. ഞാൻ പലരോട് ഇടപെട്ട് മനസ്സിലാകുന്നത് ഇവർക്ക് മാനസാന്തരമില്ല. യഥാസ്ഥാനപ്പെടാനായിട്ട് അവരോട് പറഞ്ഞാൽ അവർ പറയണത് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ആരും കൊള്ളൂല, അവർ കൊള്ളൂല, ഇവർ കൊള്ളൂല, ഞാൻ വലിയ നീതിമാനെന്ന് പറഞ്ഞിരിക്കുക. ഒരു 10 മിനിറ്റ് മുമ്പിൽ കിട്ടണം, അപ്പോഴറിയാം നീതിമാനാണോ അനീതി ചെയ്യുന്നവനാണോ. ഇന്ന് കാണുന്ന പെന്തോക്കോ സമൂഹം മുഴുവൻ സ്വയനീതിക്കാരാ. അവരെ തന്നെ നീതീകരിക്കുന്നവരാ. അരുത്. നാശത്തിലേക്ക് പോകാനുള്ള ഏക വഴി അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, സ്വയനീതീകരണം. രണ്ടുപേര് പ്രാർത്ഥിപ്പാൻ പോയി ദേവാലയത്തിൽ. ഒരുത്തൻ, കർത്താവേ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാത്ത എന്നോട് കരുണ തോന്നണമേ. മറ്റവൻ എന്താ പറഞ്ഞു? ഈ നിൽക്കുന്നവനെ പോലെയല്ല, ആധാരം കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു. എവിടെ ദശാംശം കൊടുക്കുന്നു? കൊണ്ടുപോയി പുട്ടടിക്കുക. ദശാംശം കൊടുത്ത് മുടിഞ്ഞ് ആരും ഞാൻ കേട്ടിട്ടില്ല. ദശാംശം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി കർത്താവിന് കൊടുക്കണം. ആ വചനത്തിൽ തെളിവുകളുണ്ട്, വ്യവസ്ഥയുണ്ട്. വചനം പഠിപ്പിക്കുന്ന എല്ലാം ഓരി കൊടുക്കണം. അതൊരു തെളിവല്ലേ? സ്വത്രം. അത് കർത്താവിന് കൊടുക്കുന്നതിന് തുല്യമാണ്. വചനം പഠിപ്പിക്കുന്നവൻ എല്ലാം നന്മ ഓരി കൊടുക്കുക പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. കൊടുക്കുന്നില്ലേ ദൈവത്തെ പരീക്ഷിക്കുക. ഞാൻ വചനവും പറയുന്നത്, അഭിപ്രായമല്ല. മലാഖി പ്രവചനത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാത്തവനെ പ്രവാചകൻ എന്താ പറയുന്നത്? ചോറേ, തീഫ്, കള്ളൻ, ദൈവത്തെ മോഷ്ടിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ വീണാൽ മാത്രമേ നമുക്കത് അങ്ങോട്ട് സ്വീകാര്യമാകൂ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ആരും പാപത്തിൻ്റെ ചെയ്തിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യനും പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഈ പ്രബോധനം മറ്റ് സഹോദരന്മാർ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റിലേക്ക് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടും. അപ്പോൾ ആ സഹോദരനെ തിരിഞ്ഞു കുത്തുകയല്ല ചെയ്യേണ്ടത്. അവൻ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. അതാ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തമ്മിൽ പ്രാർത്ഥിക്കുകയും തമ്മിൽ പ്രബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹൃദയം കഠിനപ്പെടത്തില്ല. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. പാപത്തിന് ശുദ്ധീകരണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം നിർമ്മലമായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിർമ്മലനാകട്ടെ, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് ദാവീദ് പറയുന്നുണ്ട്. ഒരു ശുദ്ധീകരണം എല്ലാവർക്കും വേണം, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണം ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശുദ്ധീകരണം കൂടാതെ നമ്മൾ കർത്താവിനെ കാണുകയില്ല. നമ്മൾ സ്വയനീതിമന്മാരാകരുത്, സ്വയനീതീകരണം നടത്തരുത്. ഒരു ക്രമീകരണത്തിന് വേണ്ടി ചിലരുമായിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കഠിനപ്പെട്ട് അവസാനം കർത്താവ് വരുമ്പോൾ ഇവിടെ കിടക്കും. ഞാനെങ്ങനെയാ പറയുന്നത്? എനിക്കിനി അതിൽ കുറച്ച് പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഹൃദയം കഠിനപ്പെടാതെ ദൈവമക്കൾ സൂക്ഷിക്കണം. തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടും. ശുദ്ധീകരണം പ്രാപിക്കാൻ അവസരമാണ്. ആ വചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കഴിയുമ്പോൾ നമുക്ക് നിർമ്മലമായൊരു ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം, അതാണ് ദൈവസ്നേഹം. 1 തിമോഥെയോസ് 1:5. ഓക്കെ, അടുത്ത ഞാൻ ആ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കും. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം, വിട്ടുകളയരുത്. വിശ്വാസം ജീവിതത്തിൽ നിന്ന്
നമ്മൾ പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം വിശ്വാസം വർദ്ധിച്ചു വരണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം. സൗരന്മാരെ, യാക്കോബ് പറയുക, അവൻ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ദരിദ്രരെ, ഭൗതികമായ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ഇന്ന് ഭൗതിക സമ്പത്ത് വെച്ചുകൊണ്ടിരുന്ന വിശ്വാസത്തിൽ എങ്ങനെ സമ്പന്നനാകണേ? വിശ്വാസം കൃപാവരത്തിൽപ്പെട്ടതും കൂടിയാ. കൃപാവരത്തിൽപ്പെട്ടതാ വിശ്വാസം. കൃപാവരണത്തിൻ്റെ ചാപ്റ്ററിൽ ഒരു കൊരിന്ത്യർ ലേഖനം 13-14 പഠിക്കും വരുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസം കൃപാവരമായി തരണ കർത്താവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രത്യാശയുടെ സമൃദ്ധി വേണം, വിശ്വാസത്തിൻ്റെ സമൃദ്ധി വേണം, സന്തോഷത്തിൻ്റെ സമൃദ്ധി വേണം, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി വേണം, ആത്മീയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വേണം. ഞാൻ അതിനാണ് പ്രാർത്ഥിക്കുന്നത്. ഭൗതികം കർത്താവ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളാണെങ്കിലും പ്രാർത്ഥിക്കാൻ നല്ലതാ. തവരമാരെ, പ്രാർത്ഥിക്കാൻ നല്ലത് കഷ്ടപ്പാടാ. കഷ്ടതയുടെ തീച്ചൂളയിൽ കിടന്നവൻ പ്രാർത്ഥിച്ച് അനുഗ്രഹം, ഭൗതിക അനുഗ്രഹം പ്രാപിച്ചവൻ ദൈവകൃപയിലില്ല. ചപ്പൻ ചവറും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയഗോളത്തിൽ നല്ലൊരു ശതമാനം ശുശ്രൂഷകന്മാർ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയവരാ, കഞ്ഞിക്ക് വകയില്ലാത്തവരാ, സൈക്കിൾ യാത്ര ചെയ്തവരാ. ഇന്നവരുടെ കാറും ഇന്നവരുടെ വീടും ഒക്കെ ഒന്ന് കാണണം. സുവിശേഷം വിറ്റ് തിന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തി ഇപ്പോഴത്തെ ശുശ്രൂഷ ജനത്തെ തെറ്റിച്ച് കളയുക. ആ സഹോദരി പറഞ്ഞ പോലെ കടലും കരയും കടന്ന് ഒരുത്തനെ എന്ത് ചെയ്യുന്നു? ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. കടലും കരയും നടന്നൊരുത്തനെ മതത്തിൽ ചേർത്തിട്ട് അവനെ ഇരട്ടിച്ച നരകത്തിൽ യോഗ്യനാവും. 1-ാം നരകത്തിൽ പോകാൻ കിടക്കുന്നവനെ 2-ാം നരകത്തിൽ കൊണ്ട് തള്ളുക. ഇരട്ടിച്ച നരകം. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ മനുഷ്യനെ നരകത്തിൽ കൊണ്ടെത്തിക്കുക. യാതൊരു സംശയവുമില്ല. അതിനാ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ, നിങ്ങൾ കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവീൻ. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുക. ഇതൊന്ന് കൺക്ലൂഷൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുക. ഇനി നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരും അല്ലയോ? ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവർ നശിച്ചുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. സഹോദരങ്ങളെ, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നിരിക്കുക. എൻ്റെ ഹൃദയത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനായിട്ട് പ്രേരണയുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനങ്ങ് നിർത്തുക. കാരണം നമ്മൾ പറയാതെ വിട്ടതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് മറ്റേതെങ്കിലും മെസ്സേജിലൂടെ നമ്മളെ കർത്താവ് പറയിപ്പിക്കും, നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതാ ദൈവവചന പ്രഘോഷണം. സ്തോത്രം. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നോളും. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയാം, ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായം നന്നായിട്ട് വായിച്ചു പഠിക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. അവിശ്വാസം നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീമിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല, കനാൻ ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകമാകുന്ന മിസ്രയീം ദേശത്ത് നിന്ന്, ഈ ലോകം മിസ്രയീമാ, ഈ മിസ്രയീമ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ആത്മീയ കനാനാകുന്ന സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാ പുതിയ നിയമസഭ. ഇസ്രായേൽ മക്കൾ ആക്ഷരികം ഇസ്രായേലിൽ നിന്ന് അവർക്ക് കൊടുത്ത കനാൻ ദേശം, നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ കനാൻ സ്വർഗം. രണ്ടു കൂട്ടർക്കും യാത്ര. അവർക്ക് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് യാത്ര, നമുക്ക് ആത്മീക ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ആത്മീക കനാനാകുന്ന സ്വർഗത്തേക്ക് യാത്ര ചെയ്യുന്നത്. അവരുടെ യാത്ര മരുഭൂമിയിൽ ദൈവരെ തള്ളിയിട്ടു. പ്രമാണമനുസരിക്കാതെ പോകുന്ന പെന്തക്കോസുകാരാ, നിന്നെ തള്ളിയിടാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അവരുടെ ദുരുപദേശത്തിലൂടെ നീ ദൈവസ്ഥലിൽ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ജാഗരൂകരായിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ഗുരു പറഞ്ഞു തരണം. യെസ്, അടയാളം, ആരും നിങ്ങളെ തെറ്റിക്കരുത്. കുമിള് പോലെ ദൂരോപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വിശ്വാസികളെ തെറ്റിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, നമ്മളാരും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം പാസ്റ്റർ? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകും. ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ 2.5 മണിക്കൂറെങ്കിലും ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നിങ്ങളൊന്ന് ചെലവഴിക്കുക പ്രിയമുള്ളവരെ. ദൈവസ്ഥനെ ഇരിക്കേ. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഗതികെട്ട അവസ്ഥ നമുക്ക് വരുമല്ലോ. ദൈവസ്ഥനെ ഇരിക്കേ. ഒരു ദിവസം 1-2 മണിക്കൂർ ഇരിക്കുക. എത്ര തിരക്കാണെങ്കിലും സമയത്തിൻ്റെ ദശാംശ സമയം എന്ന് ഞാൻ പറയാറുണ്ട്, പണ്ടുതൊട്ടേ പറയാറുണ്ട്. 2.5 മണിക്കൂറെങ്കിലും കുറഞ്ഞതിരിക്കുക. 2 മണിക്കൂറെങ്കിലും ഇരിക്കേ. വചനത്തിന് മുൻപാകെ ഇരിക്കേ, പ്രാർത്ഥിക്കേ, ആത്മാവിൽ ആരാധിക്കേ. തെറ്റുകുറ്റങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അത് കേട്ട് ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും. സഹോദരന്മാർ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ ആ പ്രബോധനത്തിലൂടെ നമ്മുടെ ഹൃദയം പാപത്തിൽ നിന്ന് റിലീസായി ശുദ്ധ ഹൃദയമായി തീരും. കർത്താവിൻ്റെ രക്തത്താലുള്ള കഴുകലിന് വേണ്ടിയുള്ള വചനങ്ങൾ ദൈവാത്മാവ് നമുക്ക് തരും. അതാണല്ലോ നമുക്ക് വേണ്ടത്. സ്തോത്രം. അങ്ങനെ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്ന അവസ്ഥ, അതാണ് നമുക്ക് വേണ്ടത്. അല്ല വചനം കേട്ട് കിടന്ന് സാത്താൻ ഉറഞ്ഞു തുള്ളുന്ന പോലെ ഉറഞ്ഞു തുള്ളാനല്ല, തലകുത്തര കിടന്ന് പാടി തിമിർക്കാനല്ല. വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിക്കുക, ഹൃദയം ഉടയ്ക്കപ്പെടുക, തകർക്കപ്പെടുക, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരിക. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ലക്ഷണം സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ജനത്തിന് പാപബോധം വരുത്തുന്നു. ഇന്ന് എത്ര പേർക്ക് പാപബോധമുണ്ട്? ഇന്ന് എത്ര പേര് പാപങ്ങൾ ഓർത്ത് കൈപ്പോടെ കരയുന്നുണ്ട്? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, വിശുദ്ധീകരണം നാം ചെയ്യേണ്ടത്, തേജസ്കരണം കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നത്. ആ നടുക്കുള്ള രണ്ടാമത്തെ വിശുദ്ധീകരണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയം. അത് വചനത്തിലൂടെ നമുക്ക് ആ വിശുദ്ധീകരണം കിട്ടത്തുള്ളൂ. ദേഹത്തുള്ള അഴുക്ക് കളയാൻ സോപ്പ് മതി. ഉള്ളിലുള്ള അഴുക്ക് കളയണമെങ്കിൽ ദൈവവചനം പരിശുദ്ധാത്മാവിൽ പ്രഘോഷിക്കപ്പെടണം. ആത്മാവ് വന്ന് ഹൃദയത്തിൽ തട്ടണം. അങ്ങനെ ഹൃദയത്തിന് പാപബോധമുണ്ടായി ശുദ്ധീകരണം പ്രാപിക്കും. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വചന കേൾവി നിങ്ങളെ മാനസാന്തരത്തേക്ക് നടത്തട്ടെ, നിത്യതയ്ക്കായിട്ട് ഒരുക്കട്ടെ. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.